ഹായ് ഹലോ നമസ്കാരം. സജീന വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോയും ഈ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതല്ല ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഇത് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ അല്ല, ഈ വീഡിയോ കണ്ടിട്ട് ഇതിന് കറക്റ്റായിട്ടുള്ളൊരു കമൻറ്റ് നിങ്ങൾ രേഖപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, ഇപ്പോൾ ഞാൻ എൻ്റെ കണ്ണിൽ 3 വീഡിയോ കണ്ടുള്ളൂ. ഞാൻ ബിഷപ്പിന് മെൻഷൻ ചെയ്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെ മെൻഷൻ ചെയ്ത് ഒരു 3-4 വ്ളോഗർമാർ എടുത്ത വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് 3 പേർക്കും വേണ്ടിയിട്ടുള്ള ഒരു റിപ്ലൈ ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ തരുന്നത്. അതുൽ വ്ളോഗർ അതിലും എടുത്തിട്ടുണ്ട് ഈ വീഡിയോ. അപ്പോൾ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ ഈ 1-2 വീഡിയോയ്ക്കകത്ത് ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് ഒരു ഗോളത്തിൽ നിന്ന് ഇങ്ങനെ എന്ന് പറഞ്ഞ് തുറന്ന് എൻ്റെ ഒരു ഫോട്ടോ ഉൾപ്പെടെ വന്നിട്ട് സജീന വ്ളോഗ് എന്ന് എഴുതി കാണിക്കുന്നത്. അത് ഞാനൊരു തമാശയ്ക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് അതിലങ്ങ് ചിരി സഹിക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ പറഞ്ഞാലും ഏത് രീതിയിലാണെങ്കിലും ഒരാളെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ നേട്ടമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ആ ഓനെ മോന്തയും വെച്ചുകൊണ്ടിരുന്ന അതിന് എൻ്റെ ആ വീഡിയോയുടെ ഇൻട്രൊഡക്ഷൻ കണ്ടപ്പോഴത്തേക്ക് ചിരിക്കാൻ തോന്നിയതിൽ താങ്ക്സ്. ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. പിന്നെ എന്തായാലും അതിന് ഇനി കൂടുതൽ കിടന്ന് ചിരിക്കേണ്ട. ഞാൻ ഇനി അങ്ങനത്തുള്ള ഇൻട്രോ വീഡിയോ ഇടുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബിഷപ്പിന് മെൻഷൻ ചെയ്ത ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നുണ്ടെന്ന്. സുധിച്ചേട്ടാ ഞാൻ വന്നു, ലലഠ എന്നൊക്കെ പറയുന്ന കണക്കൊരു വീഡിയോ വന്ന് ഞാനത് ആ വീഡിയോയുടെ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. അത് മെൻഷൻ ചെയ്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ, എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാനും പറഞ്ഞിട്ടുണ്ട്. അതിനെ മെൻഷൻ ചെയ്താണ് ഇപ്പം ബീന ആന്റണി, ബാബു ആന്റണി, അല്ലേ, സോറി മഞ്ജു ആന്റണി എന്ന് പറയുന്ന ഒരു ബ്ലോഗർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്ററാണ്. നമുക്കതൊന്ന് സംസാരിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചെറിയൊരു പാട്ട് കണ്ടുപോകാം. ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന 2 വ്യക്തികളാണ്. ഒന്ന് രേണുസുധിക്ക് വീട് വെക്കാൻ വേണ്ടി പ്ലോട്ട് നൽകിയ ബിഷപ്പിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് വീഡിയോകളാണ് ഇപ്പൊ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം ഓരോ രീതിയിലുള്ള വീഡിയോകളാണ്. അങ്ങനെ ഓരോ ദിവസം ഓരോ വീഡിയോ വരുന്നതിനുള്ള കാരണം അച്ഛൻ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്ന് നിന്ന് പറയുന്ന കാര്യങ്ങളാണ് എടുത്ത് മെൻഷൻ ചെയ്ത് ബാക്കിയുള്ളൊരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയും അതിനെക്കുറിച്ചിട്ടാണ്. അപ്പൊ ഞാൻ ആദ്യം തന്നെ ബിഷപ്പിനെ കുറിച്ചിട്ട് പറയാം. ബിഷപ്പ് ഏത് പള്ളിയിലെ അച്ഛനാണ്? വെറുതെ ഒരാൾക്ക് ലോഹ ഇട്ട് വന്ന അച്ഛനാണ് എന്ന് പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. എവിടെയും സേവനം അനുഷ്ഠിക്കാൻ പറ്റത്തില്ല. വെറുതെ എടുത്തിടുന്ന ഒരു ഉടുപ്പല്ല ആ ലോഹ. ഒരുപാട് മഹത്തായ, ഒരുപാട് പവിത്രതയോട് കൂടിയിട്ടുള്ള ഒരു വസ്ത്രമാണ്, തിരുവസ്ത്രമാണ് ബിഷപ്പായാലും അച്ഛന്മാരാണെങ്കിലും ധരിക്കുന്നത്. അപ്പൊ ആദ്യം ഞാൻ പറയാം, 2007 ബിഷപ്പിന് കുർബാന പട്ടം സ്വീകരിക്കുന്നത്. ഈ കുർബാന പട്ടം സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വൈദികനായിട്ട്, പുരോഹിതനായിട്ട് സേവനം അനുഷ്ഠിക്കാനുള്ള അനുമതി, അതാണ് ഈ കുർബാന പട്ടം. ഈ ഒരു കുർബാന പട്ടം കിട്ടുന്നതിന് മുമ്പ് വെറുതെ കിട്ടത്തില്ല. ഒരുപാട് അതിനുവേണ്ടി പഠിക്കാനും ഒരുപാട് ത്യാഗം സഹിച്ച് കുറെ വർഷങ്ങൾ എടുത്തതിന് ശേഷം ഇവര് അതിന് അർഹനാണ്, ഒരു വൈദികനായിട്ട് ഒരു പുരോഹിതനായിട്ട് ഇരിക്കാൻ ഇവര് അർഹനാണ് എന്ന് സഭയ്ക്ക് ബോധ്യം ആയതിനു ശേഷമാണ് ഇവർക്ക് ഈ ഒരു കുർബാന പട്ടം കൊടുക്കുന്നത്. അല്ല, ഞങ്ങൾക്ക് അറിയേണ്ടുന്നത്, താങ്കൾ തന്നെ ഒരു ചോദ്യം പറഞ്ഞല്ലേ, ബിഷപ്പ് ഏത് പള്ളിയിലെ അച്ഛനാണെന്ന്. ഇത്രയും നീട്ടി വരച്ച് പറയേണ്ട കാര്യമില്ല. നമ്മുടെ ആ ഒരു സംശയത്തിനുള്ള ഉത്തരം കിട്ടിയില്ല. ബിഷപ്പ് ഏത് പള്ളിയിലെ അച്ഛനായിരുന്നു, അതിന്റെ ഉത്തരം കിട്ടിയിട്ടില്ല. ഓക്കെ, ബിഷപ്പിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത് കാണാനിടയായി. അതിനകത്ത് ബിഷപ്പിനെ ഒരുപാട് കഥാപ്രസംഗകനായിട്ടും എന്റെ ദുരുദ്ദേശത്തോടു കൂടി, രേണുസുധി എന്ന പെണ്ണിന് സ്ഥലം കൊടുത്തത് ഒരു ദുരുദ്ദേശത്തോടു കൂടിയാണെന്നും പലവിധ രീതികളിൽ അവഹേളിച്ചിട്ടാണ് ആ ഒരു സ്ത്രീ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് സജീന വ്ളോഗർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്കും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എനിക്കും കൂടി വേണ്ടിയിട്ടാണല്ലോ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ എനിക്കും കുറെ സംശയങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ഉത്തരം കൂടി താങ്കൾ തരണം കേട്ടോ. എന്താണ് വികാരി അച്ഛൻ? മഹതി പറഞ്ഞ പോലെ വികാരം കൊള്ളുന്നവൻ അല്ല വികാരി അച്ഛൻ. ഓഹോ, വികാരം കൊള്ളുന്നവനാണ് വികാരി അച്ഛൻ എന്ന് ആര് പറഞ്ഞു? താങ്കൾ എൻ്റെ വീഡിയോ ഫുള്ളും കാണുക. ഞാൻ അങ്ങനെ ഒരു പ്രയോഗം നടത്തിയിട്ടില്ല. പിന്നെ താങ്കൾ ഇത് പറയുമ്പം താങ്കൾക്ക് എന്താണ് ഇത്ര വികാരം? ആദ്യം വാക്കുകൾ സൂക്ഷിക്കുക. നീ വ്രണപ്പെടുത്തിയത് ഒരു മതത്തെയാണ്, ഒരു മതത്തിന്റെ പവിത്രതയാണ്. എന്റെ പൊന്നു മോളെ, എന്റെ പൊന്നു മഹതി, അത് താങ്കൾക്ക് തെറ്റി. ആ തിരുവസ്ത്രത്തിന്റെ പവിത്രത നമ്മളെക്കാൾ കൂടുതൽ അറിയാവുന്ന വ്യക്തിയാണല്ലോ അദ്ദേഹം. അദ്ദേഹം അതിട്ടിട്ട് ആ പറഞ്ഞ പ്രവൃത്തികളും വാക്കുകളും മഹത്തരം ഉള്ളതാണ്, സമൂഹത്തിന് മാനക്കേട് ഉണ്ടാക്കുന്നതല്ല എന്ന് നെഞ്ച് കഴിവെച്ചെടുത്ത് തനിക്ക് പറയാൻ പറ്റുമോ? ഞാനൊരു അന്യസമയത്തിലുള്ളവളാണ്, സമ്മതിച്ച്. പക്ഷേ തനിക്ക് അറിഞ്ഞൂടാത്തൊരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. എൻ്റെ പാപ്പാക്കും മക്കും ഞങ്ങൾ 3 പെമ്മക്കളാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലങ്ങളിൽ ഉത്സവം നടക്കുമ്പോഴേ ഏറ്റവും മുന്നിൽ താലപ്പൊരി നിലവിളക്കം പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളാണ്. അത് ഞങ്ങളുടെ ഒരു മതസൗഹാർദ്ദം. പിന്നെ നമുക്കവിടെ 1-2 ക്രിസ്ത്യൻ പള്ളിയുണ്ട്, ആശ്രമവും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ട്. അപ്പോൾ അവിടുത്തെ പള്ളിയച്ചന്മാരെ കണ്ടാലും നമ്മൾ ബഹുമാനപൂർവ്വം തന്നെയാണ് അവരെ തൊഴുകയും വന്ദിക്കുകയും ചെയ്യുന്നത്. അവർ നമ്മുടെ കൈവച്ച് കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ ഈ നിമിഷം വരെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ, പ്രാർത്ഥിച്ചിട്ടുള്ളൂ. 2, പിന്നെ നമ്മൾ പള്ളിയിലെ മുസ്ലിയാക്കന്മാരായാലും നമുക്ക് അറിവ് പകർന്നു തരുന്ന ഉസ്താദന്മാരായാലും അവരെ എങ്ങനെ ബഹുമാനിക്കണമെന്നും പിന്നെ ഏത് തരത്തിലുള്ള അംഗീകാരം കൊടുക്കണമെന്നും ഒക്കെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. ഈ മതത്തെ പിടിച്ച് കളിക്കണ്ട. അപ്പോൾ ഈ പള്ളിയിലച്ഛനായാലും പിന്നെ അമ്പലത്തിലെ പോറ്റി ആയാലും, അതായത് ശാന്തിക്കാരായാലും
പള്ളിയിലച്ഛനായാലും ബിഷപ്പായാലും ആരായാലും ഞങ്ങൾ അവരെ കാണുന്നത് ദൈവത്തിനോട് അടുത്ത് നിൽക്കുന്ന പ്രതിപുരുഷന്മാരായിട്ടാണ്. ആ ഒരു ബഹുമാനവും ആ ഒരു സ്നേഹവും ഭക്തിയോടുകൂടി തന്നെ ഈ നിമിഷം വരെ ഞങ്ങൾ കാണുന്നത്. പക്ഷേ അത്രത്തോളം നമ്മുടെ മനസ്സിലുള്ള ഓരോ ദൈവികന്റെ സ്ഥാനം നമുക്കറിയാം, അവരുടെ പ്രവൃത്തികൾ നമുക്കറിയാം, അവരുടെ സംസാരത്തിന്റെ വിനയത്വം നമുക്കറിയാം. അങ്ങനെയുള്ള നമ്മളെ മുന്നിൽ ഇങ്ങനെയുള്ള ഒരു ബിഷപ്പ് വന്നിരുന്ന് ഇങ്ങനെ സത്യം തന്നെ പറയണം, ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണിച്ചാൽ പ്രതികരിക്കുക തന്നെ ചെയ്യും. ബിഷപ്പിനാരും ചീത്തയൊന്നും വിളിച്ചില്ലല്ലോ, അദ്ദേഹം ചെയ്യുന്ന തെറ്റ് ചൂണ്ടിക്കാണിക്കുകയാണ് ഞാൻ ചെയ്തത്. കാരണം ഒരു മതത്തിനെ ആയാലും ഒരു ഇട്ടിരിക്കുന്ന പിന്നെ തിരുവസ്ത്രത്തെ ആയാലും ഒന്നിനെ ഞാൻ അവഹേളിച്ചിട്ടില്ല. അത് അവഹേളിക്കുന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗവും അദ്ദേഹത്തിന്റെ ചേഷ്ടകളെയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നതില്ല. ഇനി അച്ഛൻ വീഡിയോയുടെ മുന്നിൽ വന്ന് നിന്ന് ഇങ്ങനത്തുള്ള വീഡിയോകൾ ഇട്ടാൽ ഞാൻ അതിനെ മെൻഷൻ ചെയ്ത് വീഡിയോ ഇട്ടിരിക്കും. അതിനകത്ത് മോള് മതസൗഹാർദ്ദത്തെ കൂട്ടിപ്പിടിക്കേണ്ട. ആ മതത്തിനോട് ഒരു അല്പമെങ്കിലും സ്നേഹമോ ഒരു ആത്മാർത്ഥ തനിക്കുണ്ടെങ്കിൽ ഈ ചെയ്യുന്നത് നല്ലതാണ് എന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ അതിന്റെ താഴെ ഒരു കമന്റ് ഇടുക, അച്ഛോ നമ്മളെ മതസമൂഹത്തിന് അച്ഛൻ ഇങ്ങനെ അവഹേളിക്കുന്ന രീതിയിലുള്ള വീഡിയോ ഇടരുത് എന്ന് പറയാത്തത്. അതാണ് അന്തസ്സും അഭിമാനം. അല്ലാതെ ബാക്കിയുള്ളവരെ നെഞ്ചത്തോട്ട് മതത്തിനെ കയറി പിടിച്ചുകൊണ്ട് മോള് വരല്ലേ. അതങ്ങ് വിട്ടുപിടി. എൻ്റെ ബാബായുമായി മതത്തെ സ്നേഹിക്കാനല്ല പഠിപ്പിച്ചത്, മനുഷ്യരെ സ്നേഹിക്കാനാണ് പഠിപ്പിച്ചത്. അപ്പോൾ ഒരു ചായക്കടയായിരുന്നു. അപ്പോൾ അവിടെ വരുന്ന ആൾക്കാരെയൊക്കെ അറിയാമല്ലോ, നമ്മൾ ഇന്ന ആൾ അയാൾ ഇന്ന ജാതി ഇയാൾ ഇന്ന ജാതി എന്നും പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടില്ല. ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് എല്ലാം എനിക്ക് അന്യജാതിക്കാരായ കുട്ടികൾ തന്നെയാണ്. അവരുടെ അടുത്ത് ചോദിച്ചു നോക്കും, ജാതിയുടെ മതത്തിൻ്റെ പേരിൽ സജീന എന്തെങ്കിലും ഇച്ചിപ്പോന്നല്ല പറയുക പ്രവർത്തിക്കുക ചെയ്തിട്ടുണ്ടോന്ന്. അതൊക്കെ മോളെ തോന്നല. മോൾ ആ ഒരു കാറ്റഗറി കയറി അള്ളണ്ട കേട്ടാ. ഈ ഒരു റിയാക്ഷൻ വീഡിയോ ഞാൻ ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ നെഞ്ചത്തോട്ട് വന്ന് കയറാതെ താങ്കൾ അച്ഛനോട് പറയുക, അച്ഛനൊരു മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ അച്ഛനെ വിളിക്കുക, അച്ഛനെ നേരിട്ട് പോയി കാണാം. അച്ഛൻ നമ്മുടെ സമൂഹത്തിനെ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ, അതായത് അച്ഛൻ ഇട്ടിരിക്കുന്ന ഈ തിരുവസ്ത്രത്തെ കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള വീഡിയോ ഇന്റർവ്യൂ കൊടുക്കല്ലേ അച്ഛ എന്ന് പറ. അച്ഛൻ വീഡിയോ വരാതിരുന്ന ഞങ്ങൾ അതിനെ കുറിച്ച് റിയാക്ഷനും ചെയ്യില്ല. ദാറ്റ്സ് ഓൾ. പറഞ്ഞല്ലോ മൊലക്കച്ചെന്ന്, അതെന്താണെന്ന് അറിയാമോ നിനക്ക്? മൊലക്കച്ച എന്നൊരു വേർഡ് കൊടുത്ത് അവഹേളിക്കാനുള്ളതല്ല സഭയുടെ സ്ഥാനിക ചിഹ്നം. ശരിയാ, എനിക്കത് അറിയത്തില്ല. പക്ഷേ അത് ധരിച്ചിരിക്കുന്ന ആൾക്ക് അതിന്റെ പൗത്രതയും നിഷ്കളങ്കതയും അതിന്റെ ആ മഹത്വവും എല്ലാം അറിയാവുന്നൊരു വ്യക്തിയാണ്. അത് ഇത്ര അണിഞ്ഞിട്ടും മീഡിയയുടെ മുമ്പിൽ വന്നിരുന്ന് അദ്ദേഹം പറഞ്ഞത് കളങ്കമല്ലാത്ത കാര്യങ്ങളാണ് എന്നാണോ താങ്കൾ പറയുന്നത്? സമ്മതിക്കണം, ഇങ്ങനെ മതത്തെ സ്നേഹിക്കരുത്, ഇങ്ങനെ വെളുപ്പിക്കാനും നിൽക്കരുത്. ഞങ്ങളൊക്കെ പിന്നെ വീഡിയോ കണ്ട് അതിന് റിയാക്ഷനാണ് നമ്മൾ പറയുന്നത്. കാരണം നമുക്കത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട്. ഇത്രയും വലിയൊരു വൈദികൻ ആ കുപ്പായത്തെ പോലും മാനിക്കാത്ത രീതിയിലുള്ള പ്രവൃത്തികൾ കാണുമ്പോൾ നമുക്ക് പരിഹാസപാത്രമായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ റിയാക്ഷൻ വീഡിയോ ഇടുന്നത്. അതിന്റെ ഒരു മഹത്വം നിങ്ങളത് മനസ്സിലാക്കണം. അല്ലാതെ നമുക്ക് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ അച്ഛന്മാരെ കണ്ടിട്ടുണ്ട്, ക്രിസ്ത്യാനി, നമ്മൾ ഒരുപാട് മന്യമത്സരമായിട്ടുള്ള എല്ലാവരുമായിട്ട് നമ്മൾ ഇടപഴകിയിട്ടുണ്ട്. നമുക്കറിയാം ഒരച്ഛൻ്റെ പ്രവൃത്തികളും വാക്കുകളും പെരുമാറ്റവും എങ്ങനെയാണെന്ന്. അത് ഉള്ളത് കൊണ്ട് തന്നെയാണ് പ്രതികരിച്ചത്. ആ മഹത്തിനെ അറിയാവുന്ന വ്യക്തി വന്നിട്ട് ഇങ്ങനെ പറയും, പിന്നെ ഞങ്ങൾക്ക് എന്തുകൊണ്ട് പ്രതികരിച്ചുകൂടാ? അല്ലേ, അത് കൊള്ളാം. ഇപ്പൊ പറഞ്ഞ ആ മുലക്കച്ചയ്ക്ക് പറയുന്നത് ഇടക്കെട്ട് എന്നാണ്. ഒന്ന് എഴുതി വെച്ചോ, മുലക്കച്ച അല്ല ഇടക്കെട്ട്. അത് സഭയുടെ ഒരു ചിഹ്നമാണ്, സ്ഥാനിക ചിഹ്നമാണ്. അതുപോലെ തന്നെ ബിഷപ്പിന്റെ കയ്യിൽ ഒരു കുരിശിരിപ്പുണ്ട്, അതും ഒരു ചിഹ്നമാണ്. അതുപോലെ തന്നെ കഴുത്തിൽ ഇട്ടിരിക്കുന്ന മാല അലങ്കാരത്തിന് ഇട്ടിരിക്കുന്ന മാലയല്ല, സൗന്ദര്യം കൂട്ടാൻ ഇട്ടിരിക്കുന്ന ഒരു മാലയല്ല, അതും സഭയുടെ സ്ഥാനിക ചിഹ്നമാണ്. അപ്പോൾ കയ്യിൽ ഒരു മോതിരം ഇട്ടിട്ടുണ്ട്. മഹതി അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞങ്ങൾ തിരുമേനിമാരെ കാണുമ്പോഴത്തേക്കും ഞങ്ങൾ കൈയെടുത്ത് ചുംബിക്കാറുണ്ട്. ആ ഒരു ചുംബനം കൊടുക്കുന്നത് ആ ഒരു മോതിരത്തിനാണ്, അതൊരു സ്വർണ്ണമല്ല. ഞങ്ങൾക്ക് പവിത്രമായ ഒരു കാര്യമാണത്. നമ്മൾ ഒരു സെക്കൻഡ് പേനയും പേപ്പറും എടുത്തോട്ടെ. ഓക്കെ, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന്, എൻ്റെ കർത്താവേ, ഇത്രയും പരിശുദ്ധമായ പവിത്രമായ സാധനങ്ങൾ ശരീരത്തിലും അണിഞ്ഞ് കയ്യിലും പിടിച്ചുകൊണ്ട് വന്നിരുന്നിട്ടാണ് അച്ഛോ പവിത്രത ഇല്ലാത്ത വാക്കുകൾ അച്ഛൻ പറയുന്നത്. ആ ശരീരം ഫുള്ളും പവിത്രമായ സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് അച്ഛൻ പറയുന്നത് പവിത്രം ഇല്ലാത്ത കാര്യങ്ങളാണ്. അച്ഛൻ ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം. അച്ഛൻ തന്നെയാണ് അച്ഛൻ്റെ ഈ ലോഹയായാലും അച്ഛൻ പിടിച്ചിരിക്കുന്ന കുരിശായാലും ഇട്ടിരിക്കുന്ന സ്വർണ്ണമാലയായാലും മോതിരത്തിനായാലും കളങ്കപ്പെടുത്തുന്നത്, ഞങ്ങളല്ല. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അത് ശരിക്കും ഒരു ക്രിസ്ത്യാനിക്ക് മനസ്സിലാകും. പോലെയുള്ള ഊളകൾക്ക് പറഞ്ഞാൽ അത് മനസ്സിലാവത്തില്ല. അതെ, ഈ ഊളകൾക്ക് ഒരു കാര്യം മനസ്സിലാവത്തില്ല. ഈ ഊളകൾക്ക് കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടി ക്രിസ്ത്യാനി ആവണമെന്നില്ല. മനുഷ്യത്വവും മനുഷ്യനെ മനസ്സിലാക്കാനുള്ള കഴിവും ഉണ്ടായാൽ മാത്രം മതി. ഇത്രയും നീ കിടന്ന് വലിയ അവലോകനം ചെയ്ത് ഇത്ര ഇതായിട്ട് പറയുന്നല്ലോ. അപ്പോൾ ഒരു തെറ്റും തോന്നുന്നില്ല. അദ്ദേഹം ഈ മീഡിയയുടെ മുമ്പിൽ വന്നിരുന്നുകൊണ്ട് ഇത്രയും പറയുകയും ചെയ്തത് ഒരു അവഹേളനമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല. അപ്പം നമ്മൾ റിയാക്ഷൻ വീഡിയോ ഇടുന്നതാണ് കുഴപ്പം. അത് ഇവിടുത്തെ ന്യായമാണ്. റിയാക്ഷൻ വീഡിയോ നമ്മളൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിന് റിയാക്ഷൻ ചെയ്യണം തോന്നിയാൽ റിയാക്ട് ചെയ്തിരിക്കും. കാരണം ആ അത്രത്തോളം മഹത്തരമായ ഒരു തിരുവസ്ത്രമാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്. ഇപ്പൊ എന്തുകൊണ്ട് ഞാൻ പറയാം, അതൊന്നും അണിയാനുള്ള യാതൊരുവിധ മഹത്വം അദ്ദേഹത്തിനില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ദാനം കൊടുക്കുന്ന അതൊന്നും അല്ല നമ്മളിവിടെ പ്രതിപാദിക്കുന്ന വിഷയം. ഈ സമൂഹത്തിന് മുന്നിൽ, അതായത് ഈ മീഡിയയ്ക്ക് മുന്നിൽ വന്നിരുന്നു കൊണ്ട് അച്ഛൻ ബാക്കിയുള്ള ബിഷപ്പുമാർക്കും ബാക്കിയുള്ള അച്ഛന്മാർക്കും എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? ഒരച്ഛൻ എങ്ങനെ ആവാൻ പാടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ബിഷപ്പിടുന്ന വീഡിയോകൾ. ഇതൊരിക്കലും മനസ്സിലായില്ല എങ്കിൽ താനൊരു കാര്യം ചെയ്യും. ഞാൻ ഈ വീഡിയോ കുറെ പ്രാവശ്യമുണ്ട്. ഈ വീഡിയോ മൊത്തത്തിലൊന്ന് കണ്ടതിന് ശേഷം അഭിപ്രായം പറ. അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ ഇതേ ഉള്ളു കാണാൻ. സുധിയേട്ടാ,
ഞാൻ വന്നു. നാടക നടിയല്ലേ ലാലേട്ട ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടില്ല, അതിന്റെ സങ്കട ഹോം സിക്നസ് എനിക്കെന്ന് പറഞ്ഞു. ജോലി ഇതാ. രേണുവിനെ പൊളിച്ചെടുക്കാൻ ദൈവം എന്നെ അവതരിപ്പിച്ചിറക്കിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തേഞ്ഞൊട്ടി വിച്ചുവിനെ ഓർത്ത് കാര്യം, ഋതപ്പനെ ഓർത്ത് കാര്യം, തങ്കച്ചനെ ഓർത്ത് കാര്യം, നാടകം. ഇങ്ങനെ ഇട്ടൊരു വീഡിയോയ്ക്കാണ് ഞാൻ റിയാക്ഷൻ വീഡിയോ ഇട്ടത്. അത് ഇപ്പോഴും ഞാൻ പറയുന്നു, അച്ഛൻ ഒരു ബിഷപ്പിനെ ചേർന്ന പ്രവൃത്തിയല്ല ആ ബിഷപ്പ് ഈ ചെയ്ത വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് മഹതിക്ക് എന്തെങ്കിലും ഉത്തരം പറയാനുണ്ടോ? എങ്കിൽ ഒരച്ഛൻ എങ്ങനെ ആവണം, സ്വയം ബഹുമാനം തോന്നി ആദരിക്കേണ്ടുന്നത് എങ്ങനെയാണ് എന്ന് കാണിക്കുന്ന വേറൊരു വീഡിയോ ഉണ്ട്. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. ദരിദ്രരെ, വിധവകളെ, അനാഥരെ വേദനിപ്പിക്കരുത്. അവരെ വേദനിപ്പിച്ചാലുള്ള കുഴപ്പം എന്താ? അവരെ വേദനിപ്പിച്ചാൽ റിവഞ്ച് ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്നായിരിക്കും വരുന്നതെന്ന് പറയും. കാരണം എന്താ? ഒന്നുമില്ലാത്തവർ, ആരുമില്ലാത്തവർക്ക് ദൈവം തുണയ്ക്ക് വരുമെന്നൊരു കൺസെപ്റ്റ്. അല്ലെങ്കിൽ വേലക്കാർക്ക് കൂലി കൊടുക്കണം. സോഷ്യൽ ജസ്റ്റിസിൻ്റെ വിഷയമാണ്. വേലക്കാർക്ക് കൂലി കൊടുക്കാതെ പുണ്യം പറയരുത്. പണിയെടുക്കുന്നവന് ന്യായമായ കൂലി കൊടുക്കണം. ഇതെല്ലാം ജസ്റ്റിസുമായിട്ട് ബന്ധപ്പെട്ട. ഈ അച്ഛൻ ഏതാണെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ടുണ്ടല്ലോ, കയ്യെടുത്തേ തൊഴാനാ തോന്നുന്നത്. അത്രയ്ക്ക് മഹത് വചനങ്ങൾ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇതൊക്കെ ഒരുപാട് പഠിച്ചിട്ടാണ് ഒരു ബിഷപ്പ് ആവുന്നതെന്ന് പറഞ്ഞല്ലോ. ഇതൊന്നും സഭയിൽ പഠിപ്പിച്ചിട്ടില്ലായിരുന്നോ? ഇങ്ങനെ വേണം ഒരച്ഛനാവാൻ. ഇനി എന്ത് പ്രതിസന്ധി ഘട്ടം ഉണ്ടായാലും അച്ഛന്മാർക്ക് ശാന്തത തന്നെയാണ് മെയിൻ. ഈ വീഡിയോ കണ്ടിട്ട് വേറെ വ്യത്യാസമൊന്നും പറയാനില്ലല്ലോ. ഇതാവണം എടാ ഒരു അച്ഛൻ. ജാതി മതം എന്ന് തോന്നാതെ ഒരുപാട് പേരെ സഹായിക്കുന്ന ഒരാളാണ് ബിഷപ്പ്. എന്തിന് ഇങ്ങനെ ദാനം നൽകിയിട്ട് അവഹേളിക്കാനാണെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നതല്ലേ പുണ്യപ്രവൃത്തി. പറഞ്ഞു വീട് വെച്ച് കൊടുക്കാൻ, അല്ല സ്ഥലം കൊടുത്തത് ദുരുദ്ദേശത്തോടു കൂടിയാണ്, രേണുസുധിയും കുട്ടികളും മാത്രം കാണുള്ളൂ എന്ന് വിചാരിച്ചു എന്ന്. ഓഹോ, ദുരുദ്ദേശം എന്ന് നീ കൂട്ടിച്ചേർത്തതാ. ഞാൻ ആ വീടിന് ദുരുദ്ദേശം ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ വേറൊരു സംശയം ചോദിക്കട്ടെ. രേണുസുധിക്കും മക്കൾക്കുമാണ് വീട് കൊടുത്തത്. അവിടെ എന്തിനാ അച്ഛൻ വന്ന് നിൽക്കുന്നു, അമ്മ വന്ന് നിൽക്കുന്നു, സഹോദരങ്ങൾ വരുന്നു, സഹോദരന്റെ ഭർത്താവ് വരുന്നു, സഹോദരന്റെ കൊച്ചുങ്ങൾ വരുന്നു എന്നൊക്കെ ചോദിക്കാൻ അദ്ദേഹത്തിന് എന്താണ് അവകാശം? നമ്മളൊരു ദാനം കൊടുത്ത് കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞില്ലേ? പിന്നെ അതിന്റെ പിന്നിൽ എന്തിനിങ്ങനെ നടക്കുന്നു? ഞങ്ങളുടെ എല്ലാവരുടെയും ചോദ്യം അതാണ്. നമ്മൾ വേറൊന്നും അല്ല ചോദിക്കുന്നത്. അപ്പൊ അവിടെ വീട്ടിൽ അവിടെ അച്ഛനും അമ്മയ്ക്കും വരാൻ അവകാശമില്ല, ചേച്ചിക്ക് വരാൻ അവകാശമില്ല, ചേച്ചിയുടെ ഭർത്താവിന് വരാൻ അവകാശമില്ല, ചേച്ചിയുടെ കൊച്ചുങ്ങൾ വരാൻ അവകാശമില്ല. അപ്പൊ രേണുസുധിക്ക് അവർക്ക് വേണ്ടി മാത്രമാണ് വീട് കൊടുത്തതെന്ന് ചോദിച്ചാൽ എന്താ തെറ്റ്? ഇപ്പോഴും ഞാനത് ചോദിക്കുന്നു. അവർക്ക് വരാൻ അവകാശം ഇല്ലാത്തത് എന്താ വീട്ടിൽ? ഇവര് തമ്മിലൊരു പ്രശ്നം. ഈ ഫിറോസ് എന്ന് പറയുന്ന ആള് വീട് വിളിച്ചു കൊടുത്തപ്പോഴത്തേക്ക് വീടിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി. അതും ബിഷപ്പിനോടാണ് പറഞ്ഞത്. അപ്പൊ ബിഷപ്പ് പറഞ്ഞു, നിങ്ങൾ അവരോട് കോണ്ടാക്ട് ചെയ്യും, നിങ്ങൾ അവരോട് തന്നെ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾ സംസാരിക്കുക എന്നാണ് പറഞ്ഞത്. അത് അങ്ങനല്ല കാര്യം. ഈ വീട് ചോർച്ചയുടെ ആയാലും മതിൽ പൊളിഞ്ഞതായാലും ആദ്യം ചെന്ന് പറയുന്നത് അച്ഛനോടാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞത് അവരോട് പറയുക എന്നല്ല, അവരോട് പറയുക എന്ന് പറഞ്ഞു. ശരി, ഓക്കെ, ആദ്യം അവരോട് പറയുക എന്ന് പറഞ്ഞു. അത് കേൾക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അച്ഛനാണ് നിർബന്ധിച്ചത്. അവരുടെ പേർക്ക് കൊണ്ട് കേസ് കൊടുക്കും, നിങ്ങൾ കേസ് കൊടുത്തില്ലെങ്കിൽ ഞാൻ കൊടുക്കും എന്നാണ് അച്ഛൻ പറഞ്ഞത്. അപ്പോൾ കേസ് കൊടുക്കാൻ ഇവർ വില്ലിങ് അല്ലായിരുന്നു. അതായത് രേണുസുധിയും അവളുടെ അച്ഛനും കേസ് കൊടുക്കാൻ വില്ലിങ് അല്ലായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു കൊടുത്ത നിർദ്ദേശമാണ് വീഡിയോ വഴി അറിയിക്കാൻ. അപ്പോൾ അവർക്കൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല, അവരൊന്നും ചെയ്യുമെന്ന്. മോൾ അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കല്ലേ. ഇതൊക്കെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് സജീനായും വീഡിയോ ഇടുന്നത് കേട്ടാ. പിന്നെ ഈ ഒരുപാട് പേര് ഇപ്പോൾ എല്ലാ വീഡിയോക്കകത്തും പറയുന്നുണ്ട് അവർക്ക് പിന്നെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെന്ന്. ഇപ്പോഴും ഞാൻ എല്ലാ വീഡിയോക്കകത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. നമ്മളിപ്പം വീടിന് പ്ലാൻ വരച്ച് കഴിയുമ്പോൾ ആ പ്ലാൻ സാക്ഷൻ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് മാത്രമാണ് അവർക്ക് കിട്ടിയത്. വീട് പണി പൂർത്തിയായി കഴിഞ്ഞ് അത് താമസയോഗ്യമാണ്, പറഞ്ഞ രീതിക്ക് തന്നെയാണ് വീട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഈ നിമിഷം വരെ അവർക്ക് കിട്ടിയിട്ടില്ല. അത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. കുറച്ച് വീഡിയോ കണ്ടായിരുന്നു. രേണുസുധി തേഞ്ഞൊട്ടി വരട്ടെ സുധിയേട്ടാ ഞാൻ വന്നു എന്നൊക്കെ ബിഷപ്പ് പറയുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു അച്ഛൻ ഇങ്ങനെ പറയാമോ, ഒരു ബിഷപ്പ് ഇങ്ങനെ പറയാമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമന്റ്സുകൾ വന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ചവിട്ടിയെ കടിക്കാത്ത പാമ്പുണ്ടോ? 10-30 ലക്ഷം രൂപ വില വരുന്ന തന്റെ പ്ലോട്ടുകൾ കൊടുത്തിട്ട് അവരിൽ നിന്നും ഒരുപാട് അധിക്ഷേപങ്ങളും കേട്ട് മനസ്സ് ഒരുപാട് എന്താ പറയാ മാനസികമായിട്ട് ഒരുപാട് വിഷമിച്ച് ആ ഒരു എല്ലാവരുടെയും മുന്നിൽ കുറ്റക്കാരനായിട്ട്, സ്വന്തം ഫാമിലിക്ക് മുന്നിലും നാട്ടുകാർക്ക് മുന്നിലും ഒക്കെ ഇങ്ങനെ കുറ്റക്കാരനായിട്ടൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് ഇതുപോലെയൊക്കെ പ്രതികരിച്ചു പോകും. ഓ, അത് നല്ല ന്യായം. ചവിട്ടിയാ കടിക്കാത്ത പാമ്പുണ്ടല്ലോ. അവരും അതാണ് ചെയ്തത്. അവരെ ചവിട്ടിവരെയാണ് അവർ കടിച്ചത്. അച്ഛനെതിരെ ഇന്നീ നിമിഷം വരെ അച്ഛനെതിരെ രേണുസുധിയുടെ അച്ഛനെ ഒരു വീഡിയോ ഇട്ടെന്ന് നിനക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റൂ? രേണുസുധി അച്ഛനെതിരെ, അതാണ് ബിഷപ്പ് എന്ന് പറയുന്ന ആ വ്യക്തിക്കെതിരെ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ട് വന്ന് പറഞ്ഞാൽ അതിനൊരു അന്തസ്സുണ്ട്. ഇന്ന് ഈ നിമിഷം വരെ അച്ഛനെതിരെ അവരൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഈ ലാസ്റ്റ് പോയ സമയത്ത് പറഞ്ഞു ഇതെല്ലാം ചെയ്യിപ്പിച്ചത് ഒരു വ്യക്തിയാണ്, അദ്ദേഹത്തിന്റെ വസ്ത്രത്തെ മാനിച്ചുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞത് സത്യം തന്നെയാണ്. കാരണം ഞാൻ ഇത് വിശദമായിട്ട് ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. എപ്പോഴും പറയാൻ എനിക്ക് മനസ്സില്ല. അതൊരു വീഡിയോ കാണുമ്പോൾ അതും കൂടി മനസ്സിലാക്കിയിട്ട് വേണം ഒരു റിയാക്ഷൻ വീഡിയോ ഇങ്ങോട്ടിടാൻ. ഓക്കെ, ഞാൻ ആ റിയാക്ഷൻ കറക്റ്റ് ആയിട്ടുള്ള സത്യസന്ധമായിട്ട് എനിക്ക് തെളിവ് സഹിതം അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ അതിനകത്ത് മെൻഷൻ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ റീച്ചിന് വേണ്ടിയിട്ടൊന്നും ഉണ്ടാക്കുന്നതല്ല. റീച്ചിന് വേണമെങ്കിൽ വേറെ എന്തെല്ലാം വഴികൾ കിടക്കുന്നു. ഇത് തന്നെ കയറി പിടിക്കണമെന്നൊന്നുമില്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ 30 ലക്ഷം രൂപയാണ്, 35,000, ഒരു 100 ലക്ഷം രൂപ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ തന്നെ പറയുന്നുണ്ട് ആ തിരുവസ്ത്രത്തിന്റെ മഹത്തരം, ഇടക്കെട്ടിന്റെ മഹത്തരം,
കൈ കിടക്കുന്ന മോതിരത്തിന്റെ മഹത്തരം, കഴുത്തി കിടക്കുന്ന മാലയുടെ മഹത്തരം, പിന്നെ കൈ പിടിച്ചിരിക്കുന്ന കുരിശിന്റെ മഹത്തരം, ഈ ഇത്രയും മഹത്തരങ്ങളായ സംഭവങ്ങൾ കൈ വെച്ചിട്ട് അച്ഛൻ ഒരു കോമാളിയെ പോലെ നാട്ടുകാരുടെ മുന്നിൽ വന്നിരുന്ന് വീഡിയോ ഇടുന്നതിന് നിങ്ങൾക്കൊന്നും പറഞ്ഞു കൊടുക്കാനില്ലേ? ആ കാണിക്കുന്നത് സഭയെ മാനിക്കുന്നതിന് തുല്യമാണോ? അത് നിങ്ങളുടെ സമയം മോശപ്പെടുത്തുന്ന മറ്റുള്ള അച്ഛന്മാർക്കും മറ്റുള്ള ബിഷപ്പുമാർക്കും നാണക്കേട് ഉണ്ടാക്കുന്ന സംസാരങ്ങളല്ലേ അച്ഛൻ സംസാരിക്കുന്നത്? ചവിട്ടിയെ കടിക്കാത്ത പാമ്പെന്ന് പറഞ്ഞാൽ അച്ഛന്മാർ ചവിട്ടിയാലും കടിക്കരുത്. കാരണം അതാണ് ദൈവത്തിന് അടുത്ത് നിൽക്കുന്ന പുരുഷന്മാർ ചെയ്യേണ്ടുന്നത്. ഈ ഒരുപാട് ഇതുണ്ടാവും. അച്ഛൻ്റെ അടുത്ത് ചേർന്ന് കർത്താവിൻ്റെ അടുത്ത് ചേർന്ന് നിൽക്കുമ്പോൾ അവർക്ക് പരീക്ഷണങ്ങൾ ഒരുപാടുണ്ടാവും. ആ പരീക്ഷണങ്ങളെ തരണം ചെയ്യുക എന്നുള്ളതാണ് ഒരു ബിഷപ്പിന്റെ ആയാലും ഒരു അച്ഛൻ്റെ ആയാലും കടമ. അപ്പം ഒരു അതാണ് ഈ പറയുന്നത്, അച്ഛനെതിരെ ഇവരെന്ത് ചെയ്തിട്ടാണ് അച്ഛൻ ഇത്ര രോക്ഷാകുലനാകുന്നത്? ഇത് കണ്ടിട്ട് നിങ്ങൾ അങ്ങ് അച്ഛനെ വെളുപ്പിക്കാൻ വേണ്ടി ചവിട്ടിയെ കടിക്കാത്ത പാമ്പുണ്ട്, അതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ അങ്ങനെ പറഞ്ഞ് നിങ്ങളുടെ സഭയ്ക്ക് നാണക്കേടില്ലേ? നിങ്ങളുടെ സമുദായത്തിന് നാണക്കേടില്ലേ അച്ഛൻ ഇങ്ങനെ വീഡിയോ കൊടുക്കുന്നത്? എനിക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റില്ലല്ലോ. ഒരു മൊത്തം അച്ഛന്മാരെയും മൊത്തം ബിഷപ്പുമാരെയും മൊത്തം വൈദികനെയും അപമാനിക്കുന്നതിന് തുല്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്തത്. അപ്പൊ താനത് അങ്ങ് വെളുപ്പിക്കാൻ നോക്കുന്നു. അതാണ് നിങ്ങളുടെ കയ്യിലെ കുഴപ്പം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യല്ല വേണ്ടുന്നത്. അച്ഛനടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അച്ഛൻ ഇങ്ങനെ ചെയ്ത് നമ്മുടെ സമൂഹത്തിന് തന്നെ മാനക്കേടാണ്, അച്ഛൻ ഇങ്ങനെയുള്ള വീഡിയോകൾ ഇങ്ങനെ പറഞ്ഞോട്ടെ മാന്യമായ രീതിയിൽ. അതിന് മുമ്പ് അദ്ദേഹം ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടല്ലോ, 1, 2, 3, 4 ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടല്ലേ. അതിലൊക്കെ അദ്ദേഹത്തിൻ്റെതായ ചൈതന്യവും അദ്ദേഹത്തിൻ്റെതായ വാക്കിലുള്ള ഒരു ശാന്തതയും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് അങ്ങനല്ല. ഇത് സത്യത്തിൽ ഞാൻ പറഞ്ഞതിനകത്ത് ഒരു തെറ്റുമില്ല. ഒരു കഥാപ്രസംഗന്റെ അംഗവൈവോട് കൂടിയാണ് അദ്ദേഹം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഒരു ദൈവികനല്ല എനിക്ക് അവിടെ കാണാൻ പറ്റിയത്. എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു. അതിനെന്ത് തെറ്റ്? ഞാൻ അദ്ദേഹത്തെ ചീത്ത വിളിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വീട്ടിൽ ചെന്ന് കയറി വേറെ എന്തെങ്കിലും ചെയ്തു? എന്റെ കൺമുമ്പിൽ വന്ന വീഡിയോ ഞാൻ മെൻഷൻ ചെയ്ത് വീഡിയോ ഇട്ട്, അതെനിക്ക് തെറ്റായിട്ട് ഇപ്പോഴും തോന്നുന്നില്ല. ഒരു വൈദികന് ചേർന്ന പണിയല്ല അദ്ദേഹം കാണിച്ചത്. ആ പറച്ചിൽ, ആ പ്രവൃത്തി ഭയങ്കര ഇറിറ്റേഷൻ ആണ്. അയ്യോ, ഇതിങ്ങനെ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ദൈവപുരുഷൻ നമ്മുടെ മനസ്സിലുള്ള ഒരു സ്ഥാനം, ഒരു ബഹുമാനം ഉണ്ടല്ലോ, അത് നമുക്ക് എന്ന് തോന്നുന്ന ഒരു പ്രകൃതിയാണ് കാണിച്ചത്. അതിനെതിരെ മോള് കൂടുതലങ്ങ് കിട്ടങ്ങ് വെളുപ്പിക്കാൻ നിൽക്കേണ്ട. ചവിട്ടിയൊക്കെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അങ്ങനെ പറയരുത്. അതാണ് ഒരു വൈദികന്റെ സക്സസ് എന്ന് പറയുന്നത്. അത് കർത്താവിന്റെ പരീക്ഷണങ്ങളാണ്. കർത്താവിന്റെ അടുത്ത് ഇപ്പം ചോദിക്കട്ടെ, ഇപ്പൊ കർത്താവിന്റെ അടുത്ത് ഇത്രയും ചേർന്ന് നിൽക്കുന്ന, ഒരുപാട് പഠിച്ച് ഇതായിട്ട് നിൽക്കുന്ന, എന്തുകൊണ്ട് അച്ഛൻ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നു? കർത്താവ് കൊടുക്കുന്നതാണ് അത്. അപ്പൊ അച്ഛൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടായിരിക്കുമല്ലോ. ഈ തെറ്റെന്ന് പറയുന്ന അച്ഛൻ ഈ മീഡിയയുടെ മുന്നിൽ വന്നുകൊണ്ട് അച്ഛന്റെ ലോഹയെ മാനിക്കാതെ സംസാരിക്കുന്ന സംസാരങ്ങൾക്ക് തന്നെയാണ് അത് എന്ന് ഞാൻ ഉറച്ചും പറഞ്ഞു. ഇനി അച്ഛൻ അങ്ങനെയുള്ള വീഡിയോകൾ ഇട്ടാൽ ഞാൻ ഇനിയും മെൻഷൻ ചെയ്ത് വീഡിയോ ഇടും. ഇതൊക്കെ ഒരു വ്യക്തിയെ എന്തും പറയാം, പക്ഷെ അദ്ദേഹത്തിന്റെ തിരുവസ്ത്രത്തെയോ അദ്ദേഹത്തിന്റെ സ്ഥാനിക ചിഹ്നങ്ങളെയോ അപമാനിക്കാൻ ഇതൊക്കെ എന്ത് യോഗ്യതയാണ്? ആരാണ് നിനക്ക് ആ ഒരു പെർമിഷൻ തന്നിട്ടുള്ളത്? ഇതിനൊക്കെ നീ മറുപടി പറയേണ്ടി വരും. ബ്ലോഗർ ആ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന്റെ പരിശുദ്ധി മറ്റാരെക്കാളും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം എങ്കിൽ, അതിനെ മാനിക്കാതെ അദ്ദേഹം അത്രയും പറയാമെങ്കിൽ പിന്നെ ഞാനെന്തിന് അത് മാനിക്കണം? ആ ഇട്ടിരിക്കുന്ന ആൾക്ക് എന്നെക്കാടി കൂടുതൽ അറിവുണ്ട്. ആ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന്റെ ആയാലും, ഈ പറഞ്ഞ മോതിരമായാലും മാലയായാലും കയ്യിലിരിക്കുന്ന കുരിശനായാലും എത്രത്തോളം പവിത്രതയും എത്രത്തോളം ദൈവികതത്വം ഉണ്ടെന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാമോ? അദ്ദേഹത്തിനില്ലാത്ത കമ്മിറ്റ്മെന്റ് ഞങ്ങൾക്കെന്തിന്? അതിന്റെ ആവശ്യമില്ല. എനിക്ക് മനസ്സിൽ ഒരു വിശ്വാസമൊക്കെ ഉണ്ട്. എല്ലാ മതത്തിനെ കുറിച്ച് എനിക്ക് വിശ്വാസമുണ്ട്. ഒരു മതത്തെ ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന കുറെ ചോദ്യങ്ങൾ നമ്മൾ പറയും. അച്ഛനെ പറഞ്ഞ് ഉപദേശിക്കുന്നതിന് തുല്യമാണ് ഞങ്ങൾ പറയുന്നത്. അതാണ് ഒരു സ്നേഹം. അല്ലാതെ നിങ്ങളെ കണക്ക് അച്ഛനെ വെളുപ്പിക്കുകയല്ല ചെയ്യേണ്ടുന്നത്. ശരി, അപ്പൊ നീ ഇത്രയൊക്കെ പറഞ്ഞു. ഇനി ഞാൻ വേറൊരു കുറച്ച് എൻ്റെ ഫേസ്ബുക്കിൽ ഞാനിട്ട ഈ വീഡിയോയുടെ താഴെ വന്ന കുറെ കമന്റ് ഉണ്ട്. ഞാൻ ആ കമന്റ് വായിച്ച് കേൾപ്പിക്കാം. അതിനുള്ള ഉത്തരം അടുത്ത വീഡിയോ ആയിട്ട് അങ്ങനെ തനിക്ക് തരാൻ പറ്റുമെങ്കിൽ തരിക, ഞാൻ വെയിറ്റ് ചെയ്യും. അപ്പൊ ഞാൻ ആ കമന്റുകളൊക്കെ ഒന്ന് വായിക്കട്ടെ. ശരി. ഫിലിക്സ് സാംസൺ കൊട്ടൂര് എന്ന ഒരാളുടെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് എനിക്ക് വന്ന ഒരു കമന്റാണ്. ഞാനത് ഫുള്ള് ഇവിടെ വായിച്ച് കേൾപ്പിക്കാം. സ്റ്റാർട്ടിങ് ഇതാണ്: ഇതുകൂടി ഇവിടെ കിടക്കട്ടെ. അതാണ് ക്യാപ്ഷൻ. ആ ക്യാപ്ഷനോട് കൂടിയാണ് ഇട്ടിരിക്കുന്നത്. ഈ കുണ്ടൻ മൈരന്, ഞാൻ പറയുന്നതല്ല, ഞാൻ ആ കമന്റ് വായിക്കുകയാണ്. എനിക്കതിൽ യാതൊരു ഇതും തോന്നുന്നില്ല, വായിക്കാതിരിക്കേണ്ടെന്നായിട്ട് എനിക്ക് തോന്നാത്തത് കൊണ്ട് ഞാൻ ആ കമന്റാണ് വായിക്കുന്നത്. എൻ്റെ ഫേസ്ബുക്കിന്റെ താഴെ വന്ന കമന്റാണ് ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നത്. ഇതേ ഉള്ളോ പണി? ഒരുമാതിരി യേശുവിനെ പറഞ്ഞ് നടക്കുന്ന പെണ്ണുങ്ങളെക്കാൾ കഷ്ടമാണല്ലോ ഡേ ബിഷപ്പെ തൻ്റെ കാര്യം. വീണ്ടും ഞാൻ ആ വാക്ക് ആദ്യം വരുന്നത്, ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഡാഷന്റെ ഉടായ്പ് കയ്യോടെ പിടിച്ചിട്ടാണ് ഇതിയാൻ്റെ ഭാര്യ ഇട്ടേച്ചും പോയത്. പിന്നെ ഈ നാറി പൊങ്ങിയത് ബിഷപ്പായിട്ടാ. ഒരു പള്ളിയോ പട്ടക്കാരനോ, അതായത് ബ്രാക്കറ്റിൽ വികാരി അച്ഛൻ, കപ്പ്യാരോ എന്തിന് നേരെ ഒരു കുഞ്ഞാട് പോലും ഇല്ലാത്ത സഭയുടെ പേരിൽ തമിഴന്മാർക്ക് കാശ് കൊടുത്ത് ബിഷപ്പ് എന്നും പറഞ്ഞ് കണ്ണും എഴുതി പൊട്ടും തൊട്ട് മീഡിയയുടെ മുന്നിൽ വന്നിരുന്ന് ആ വിധവ പെണ്ണിനെയും അവരുടെ അപ്പനെയും കൊഞ്ഞന കുത്തി സായുജ്യം അടയാനാണ് തൻ്റെ വിധി. ശരിക്കും ഇപ്പോഴല്ലേ ആ തങ്കച്ചൻ ചേട്ടൻ ഈ ഡാഷിനെ തെറി വിളിക്കേണ്ടുന്നത്? നിർത്തിപ്പോടേ അവൻ്റെ ഒരു കുരിശും സ്വർണ്ണമാലയും. ഇനി രേണുവിൻ്റെ PR വർക്കാണെന്ന് കരുതി ആരും മോങ്ങണ്ട. ഈ നാറി ജനിച്ചു വളർന്ന നാട്ടുകാരനാണ് ഞാൻ, പത്തനംതിട്ട ഓമല്ലൂർ. ഓക്കെ, മെസ്സേജിനെ മെൻഷൻ ചെയ്ത് ഗ്രേസി ജോർജ് എന്ന് പറഞ്ഞൊരു ID നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോയിട്ടുണ്ട്. അപ്പോൾ വിവാഹിതനായിരുന്നോ? ഭാര്യ ഇട്ടേച്ചു പോയി എന്നല്ലേ ഫിലിക്സ് പറയുന്നത്? അതിന് മറുപടിയായിട്ട് ഫിലിക്സിന്റെ മറുപടി, യെസ്, BSc നഴ്സിനെ കല്യാണം കഴിക്കൂ എന്ന് പറഞ്ഞായിരുന്നു നടപ്പ്. അബ്രോഡ് സെറ്റിൽ ആവാൻ വേണ്ടി.
പെണ്ണൊക്കെ കെട്ടി, പക്ഷേ ആൺപിള്ളേരോടാണ് പ്രിയം, അങ്ങനെ ഭാര്യ ഇട്ടേച്ചും പോയി. ഇത് ഞാൻ പറഞ്ഞല്ല, ഞാൻ ഇട്ട പിന്നെ വീഡിയോയുടെ താഴെ വന്ന കമന്റ് തീർന്നില്ല, ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, അതും കൂടി ഞാൻ വയ്ക്കാം. കേൾക്കണം, ഇത് ഫുള്ളും കേൾക്കണം, എന്നിട്ട് താൻ അതിന് ഒരു റിപ്ലൈ തരണം. കാരണം ഇതൊക്കെ ഓരോരുത്തരുടെ സംശയങ്ങളാണ്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ആ സംശയങ്ങൾ തീർത്തു തരേണ്ട ബാധ്യതയും തനിക്കുണ്ട്. ഓക്കെ. ഫിലിക്സ് സാമൺ കൊട്ടൂർ അദ്ദേഹം തന്നെയാണ് ഇട്ടിരിക്കുന്നത്. 1. താങ്കൾ ബിഷപ്പ് ആയിരിക്കുന്ന സഭ ഏതാണ്? അതിന്റെ മേലധ്യക്ഷൻ ആരാണ്? സഭയുടെ സ്ഥാനം എവിടെയാണ്? താങ്കളെ ആരാണ് ബിഷപ്പായിട്ട് നിർമ്മിച്ചത്? അങ്ങനെ ഒരു സഭയുണ്ടെങ്കിൽ ആ സഭയ്ക്ക് കേരളത്തിലെങ്കിലും ഒരു പേരിനൊരു സഭയുണ്ടോ, അതായത് പള്ളിയുണ്ടോ എന്നാണ് ചോദ്യം. ആകെ എത്ര ജനങ്ങൾ നിങ്ങളുടെ സഭയിൽ നിലവിൽ അംഗങ്ങളായിട്ടുണ്ട്? പോട്ടെ, ഏകദേശം എത്ര പേരുണ്ടാകും? താങ്കൾ ഏതെങ്കിലും സെമിനാരിയിൽ നിന്നും തിയോളജിയിൽ ബിരുദം എടുത്തിട്ടുണ്ടോ? എങ്കിൽ മിഷണറി മിഷൻ ആണെന്ന് താങ്കൾ പറയുന്നുണ്ട്. എന്തോ മിഷണറി മിഷൻ ആണെന്ന് താങ്കൾ പറയുന്നുണ്ട്. എവിടെയാണ് താങ്കളുടെ മിഷൻ ഫീൽഡ്? കേൾക്കണം. താനും കുറച്ച് മുമ്പേ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെതാണ് ഞാൻ ഇപ്പോൾ ചോദിക്കുന്നത്. എനിക്ക് ഇതിന് ഉത്തരം തരണേ. എനിക്ക് മാത്രമല്ല, ഒരുപാട് ആൾക്കാർ ഈ ഉത്തരം കാത്തിരിപ്പുണ്ട്. കാരണം അങ്ങനെ ഒരു സഭയൊന്നും യഥാർത്ഥത്തിൽ നിലവിലില്ല. തമിഴ്നാട്ടിലെയോ മറ്റേതോ ഒരു ഗ്രൂപ്പുണ്ട്. അവർക്ക് കുറച്ച് കാശ് കൊടുത്താൽ ഇതുപോലെയുള്ള കുറേ കുപ്പായക്കാർ വന്ന് ബിഷപ്പാക്കി കൊടുക്കും. കുപ്പായം, കുരിശ്, മാല, മറ്റു കിടുതിരാപ്പുകളൊക്കെ സ്വന്തമായി സെറ്റ് ചെയ്യണം. രാവിലെ കെട്ടി ഒരുങ്ങി താടിയും മുടിയും ഡൈ ചെയ്ത് ഇങ്ങനെ കുരിശും പിടിച്ച് സിംഹാസനത്തിൽ കയറി ഇരിപ്പാണ്. ഇന്റർവ്യൂ കൊടുക്കുമ്പോഴും കുരിശ് പൊക്കിയാണ് ഇരിപ്പ്. കുടുംബസ്വത്ത് എന്ന് പറഞ്ഞ് ഇയാൾ കൈവശം വെച്ചിരിക്കുന്ന കുറെ ഏക്കർ ഭൂമി അയാൾ വ്യാജരേഖ ഉണ്ടാക്കി തട്ടിയെടുത്തതാണ്. ഈ ഭൂമി ഇങ്ങേരുടെ പിതൃ സഹോദരി ജർമ്മനിയിൽ ജോലി ചെയ്ത് ഉണ്ടാക്കിയ ഭൂമിയാണ്. ഇവരുടെ മക്കൾ ഇപ്പോൾ ഇത് തിരികെ പിടിക്കാൻ കേസ് നടത്തുകയാണ്. ആ വസ്തുവിന്റെ കണ്ണായ സ്ഥലത്താണ് 7 സെന്റ് സ്തുതിയുടെ പിള്ളേരുടെ പേരിൽ ഇയാൾ കൊടുത്തത്. ആ പേരിൽ കുറെ വസ്തു വിറ്റു പോകണം. രേണുവിന്റെ പിള്ളേർക്ക് കൊടുക്കുന്നതിന് ഒക്കെ മുമ്പേ ആ ഏരിയയിൽ ഫ്ലെക്സ് കെട്ടിവെച്ച് പരസ്യം കൊടുത്തിട്ട് പോലും സ്ഥലം കച്ചവടം ആയിട്ടില്ല. അപ്പോഴാണ് ഈ ബുദ്ധി ഉദിക്കുന്നത്. അങ്ങനെയെങ്കിലും ആൾക്കാർ വന്ന് സ്ഥലം എങ്ങനെയെങ്കിലും വിറ്റിട്ട് കേസിൽ നിന്ന് തടിയൂരണം. ഇത് കംപ്ലീറ്റ് മലയാളി ഇപ്പോൾ രേണുവിന്റെ പിറകെയാണ്. നാട്ടിൽ വേറെ വാർത്ത ഒന്നുമില്ല മലരുകൾക്ക്. അതിന് കണ്ട അണ്ടനെയും അടകോടനെയും എല്ലാം അങ്ങോട്ട് കാശ് കൊടുത്ത് ഇന്റർവ്യൂ എടുപ്പാണ്. അത് കമന്റാണ്. ഞാനത് മെൻഷൻ ചെയ്ത് ഈ വീഡിയോ ആയിട്ട് ഇവിടെ ഇടുന്നുണ്ട്. അതും കൂടി നിങ്ങൾ കണ്ടോണം. ഞാൻ ഉണ്ടാക്കിയതല്ല, എനിക്ക് വന്ന കമന്റാണ് ഞാൻ വായിച്ചത്. ഇയാളുടെ ക്രെഡിബിലിറ്റി തെളിഞ്ഞു വരുന്നത് വരെ ഞാൻ ഈ കമന്റ് ഇട്ടുകൊണ്ടേയിരിക്കും. അതിന് ഇട്ടുകൊണ്ടേയിരിക്കും. ഈ ഒരു കമന്റിന് ഒരു റിയാക്ഷൻ കമന്റ് വന്നിട്ടുണ്ട്. അത് ഇട്ടിരിക്കുന്നത് യേശുമോൻ എന്ന് പറയുന്ന ഒരാളാണ്. യേശുമോൻ എന്ന ഒരു ഐഡിയിൽ നിന്നാണ് ഇട്ടിട്ടുള്ളത്. അതിങ്ങനെയാണ്: നീ പോയി അറിഞ്ഞിട്ട് പറയടാ, നീ പേപ്പർ വായിക്കുമോ? നീ കാണുന്നുണ്ടോ? എന്നാൽ നീ പോയി തപ്പ്. കൊടുത്തതും പോരാ, പിന്നെ അങ്ങേരെ നേരെ നിൽക്കുന്നു. നീ അവൾക്ക് വല്ലതും കൊടുത്തോ? മിണ്ടാണ്ടിരുന്നോ? സജീന, അവൾക്ക് ഇരിപ്പുണ്ട്. ശരി ഏട്ടാ, എനിക്ക് ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ മേടിച്ചോളാം, അവിടെ വെച്ചേക്കണേ. ഓക്കെ. അപ്പൊ അതിനുള്ള റിപ്ലൈ ഈ ഫിലിക്സ് സാമൻ കൊട്ടൂർ കൊടുത്തിട്ടുണ്ട്. ഡേ ഡാഷ് മകനെ, നിന്റെ മുഴുവൻ പേര് ഞാൻ വിളിക്കുന്നില്ല. കാരണം നിന്നെ പോലെയുള്ള ഒരുത്തിന് ചേർന്നതല്ല ആ ദിവ്യനാമം എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുകയാണ് ദിവ്യനാമം എന്ന്. ഈ ബിഷപ്പ് എന്ന് പറഞ്ഞ് നടക്കുന്ന നോബിളിന്റെ നാട്ടുകാരനാണ് ഞാൻ. അവൻ ജനിച്ചു വളർന്ന ഓമല്ലൂർക്കാരൻ. എങ്ങാണ്ട് കിടക്കണം നിനക്കറിയോ ഈ നാറിയുടെ ലീലാവിലാസങ്ങൾ? കൂടുതൽ അങ്ങ് കൊണയടിക്കല്ലേ. നിനക്ക് ബിഷപ്പ് ദൈവമാണേൽ ചെന്ന് വലിച്ചു കൊടുക്ക്. ഡാഷിന്റെ ഓരോ പട്ടിത്തീട്ടങ്ങൾ. അതാണ് അയാൾ അതിനിട്ട റിയാക്ഷൻ മറുപടി. അതിന് മെൻഷൻ ചെയ്ത് ഇയാൾ വീണ്ടും പറഞ്ഞിട്ടുണ്ട്: ഉത്തരവ് മുതലാളി, നീ വലിയവൻ. ആരാണ് കൊടുത്തിരിക്കുന്ന? യേശുമൻ. അപ്പൊ അതിന് ഫിലിപ്സ് കൊടുത്തിരിക്കുന്ന മറുപടി എന്ന് പറഞ്ഞാൽ: നീ ഒട്ടും ചെറിയവനല്ലടാ മുതലാളി. ഓക്കെ ബൈ ഷാലോ. ഇത്രയും ഞാനിട്ട ആ വീഡിയോയുടെ താഴെ വന്ന കമന്റ്സ് ആണ്. അപ്പോൾ മഹതി ഈ ചോദ്യങ്ങൾക്കുള്ള എല്ലാത്തിൻ്റെ ഉത്തരം അടുത്തൊരു വീഡിയോ ആയിട്ടെങ്കിലും ഞങ്ങൾക്ക് തരണം. കാരണം ഞാനത് ഇനി പ്രതീക്ഷിച്ചിരിക്കും. ഇത്രയൊക്കെ പറയാമെങ്കിൽ ഈ ചോദിച്ചതിനുള്ള ഉത്തരവും തെളിവ് സഹിതം കൊണ്ടുതരാൻ ബാധ്യസ്ഥയാണ്. ഞാൻ അച്ഛനെ അവഹേളിക്കുകയോ ആ കുപ്പായത്തെ അവഹേളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ മനസ്സിലുള്ള ഒരു പ്രതിപുരുഷന്റെ രൂപമോ ഭാവമോ വർത്തമാനോ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ മെൻഷൻ ചെയ്ത് ആ വീഡിയോ ഇട്ടത്. പിന്നെ നമ്മുടെ സമുദായം, നമ്മുടെ ക്രിസ്ത്യൻ അങ്ങനൊന്നും പറഞ്ഞ് ആരെയും പേടിപ്പിക്കാൻ നിൽക്കേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സമുദായത്തിലോ മതത്തിലോ അല്ല വിശ്വസിക്കുന്നത്, മനുഷ്യരിലാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. അത് തന്നെയാണ് എൻ്റെ തിയറി. ഓക്കെ. അപ്പോൾ എന്തായാലും എൻ്റെ ഫ്രണ്ട്സ് ഈ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് അഭിപ്രായമാണോ എന്നോട് രേഖപ്പെടുത്താനുള്ളത് അത് പറയുക. കാരണം ഞാൻ ഈ വീഡിയോ ഇടുന്നത് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അത് കേൾക്കുന്നത് നിങ്ങൾക്ക് അത് ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരവും അവകാശവും ഉണ്ട്. ഈ വീഡിയോയ്ക്ക് എത്ര കഴിയുന്നതും ആർക്കൊക്കെ ഷെയർ ചെയ്യാമോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അവരുടെ എല്ലാവരുടെ അഭിപ്രായം എനിക്ക് മസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമന്റും ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു.